കഴിവതും ആരുമായും കടപ്പാടുകളിൽ ഏർപ്പെടരുത്. ഒരിക്കൽ അതൊക്കെയും നമുക്ക് നേരെയുള്ള ആയുധങ്ങളായി മാറും. പിൻവാങ്ങുവാൻ പോലും സാധ്യമാവാത്ത വിധം അത് നമ്മെ പൂർണ്ണമായും ദുർബലമാക്കും. ഒരിക്കലും ആവശ്യത്തിൽ കൂടുതൽ സത്യസന്ധ ആകരുത്. വളവില്ലാത്ത മരമാണ് ആദ്യം മുറിക്കപ്പെടുന്നത്. സത്യസന്ധർ ആദ്യം ക്രൂശിക്കപ്പെടുന്നു. പരസ്പരം സംസാരമില്ലെങ്കിൽ ഒരു ബന്ധവുമില്ല. പരസ്പരം ബഹുമാനമില്ലെങ്കിൽ അവിടെ സ്നേഹവുമില്ല. പരസ്പരം വിശ്വാസമില്ലെങ്കിൽ ആ ബന്ധം തുടരുന്നതിൽ ഒരു അർത്ഥവുമില്ല. നമ്മെ തോൽപ്പിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാണ്. നാം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവർ, നമ്മുടെ ജീവനേക്കാൾ ഏറെ നാം സ്നേഹിക്കുന്നവർ, സമയവും കാലവും നാം അവർക്കായി മാറ്റിവെക്കുന്നു. മനസ്സ് കാന്തം പോലെയാണ്. പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പ്രശ്നങ്ങളെ ആകർഷിച്ചെടുക്കും. എന്നാൽ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അനുഗ്രഹങ്ങൾ ആകർഷിച്ചെടുക്കും. ഉയർച്ചയും നാശവും നാവിനെ ആശ്രയിച്ചിരിക്കുന്നു. സദ്ഭാഷണം അഭിവൃദ്ധിയും ദുർഭാഷണം നാശവും ഉണ്ടാക്കുന്നു. സ്ഥലകാലവും സന്ദർഭവും അനുസരിച്ച് ആരോടാണ് സംസാരിക്കുന്നത് എന്ന ബോധ്യത്തോടെ സംസാരിക്കണം. സത്യങ്ങൾ വിളിച്ചു പറയുവാനുള്ള ധൈര്യം കാണിക്കുന്നവന്റെ നേരെ വെറുപ്പിന്റെ ജാലയും ആളിപ്പടരും. തന്റെ മുമ്പിൽ മധുരമായി സംസാരിക്കുകയും അല്ലാത്തപ്പോൾ തനിക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കണം. അവർ മുകളിൽ മാത്രം പാലുള്ള വിഷകുംഭം പോലെയാണ്. സത്യത്തേക്കാൾ ദുർഭാഷണം ദീർഘകാലം നിലനിൽക്കുന്നു. കള്ളം പറഞ്ഞാൽ അത് അല്പകാലം കഴിയുമ്പോൾ മറന്നേക്കാം. എന്നാൽ മനോവേദന ഉണ്ടാക്കുന്ന ദുഷിച്ച വാക്കുകൾ ഒരിക്കലും മനസ്സിൽ നിന്ന് മായുകയില്ല. എന്നും അത് വേദനിപ്പിക്കുന്ന ഓർമ്മകളായി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും.